സിംഗപ്പൂർ യാത്ര 100 തവണ ഒരു ഘട്ടത്തിൽ പറഞ്ഞു നടന്നായിരുന്നു. എല്ലാ കാര്യമൊന്നും ഞാൻ പറയാൻ പോകുന്നില്ല. പിന്നെ ടെക്നിക്കാലിയ, പിന്നെ ആ പേരേ കേൾക്കുന്നില്ല. ഇപ്പം കമല ഇന്റർനാഷണൽ, അതും പിന്നെ കേൾക്കുന്നില്ല. പിന്നെ കൊട്ടാരം പോലുള്ള വീട്, അതിന് സാക്ഷ്യപത്രമായിട്ടൊരു വീടും അവതരിപ്പിച്ചു, അത് ഓർക്കുന്നില്ലേ? ഇങ്ങനെ എന്തെല്ലാം തരത്തിലുള്ള നാട് നിറയെ നിക്ഷേപങ്ങൾ, ഏത് പിന്നെ സ്ഥലം കണ്ടാലും അത് ഇയാളതാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച കാര്യങ്ങൾ, ഇങ്ങനെ എന്തെല്ലാം കഥകൾ നേരത്തെ തന്നെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്നും നമ്മളെ ഏൽക്കില്ല. കാരണം ഈ കൈകൾ ശുദ്ധമാണ്. അതുകൊണ്ട് തന്നെയാണ്. നേരത്തെ ഭാര്യയെക്കുറിച്ചായിരുന്നു, ഇപ്പം മെല്ലെ മകളിലേക്ക് എത്തിയിട്ടുണ്ട്. കാണേണ്ട കാര്യം എന്താണെന്നറിയോ? മകള് ബാംഗ്ലൂരിൽ കമ്പനി തുടങ്ങാൻ പോകുന്നത്, എൻ്റെ ഭാര്യ അവളുടെ അമ്മ റിട്ടയർ ചെയ്ത് കിട്ടിയ കാശ് അത് ബാങ്കിൽ നിന്ന് എടുത്ത് കൊടുക്കുകയാണ്. നീ പോയിട്ട് നിൻ്റെതായ കമ്പനി തുടങ്ങുക, സ്വന്തമായിട്ട് ചെറിയ കമ്പനി തുടങ്ങിയാൽ മതി എന്ന് പറഞ്ഞിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ അതിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കേൾക്കുമ്പോൾ എനിക്കൊരു മാനസിക കുലുക്കവും ഉണ്ടാവില്ല. ഞാൻ പരസ്യമായിട്ടൊരു യോഗത്തിൽ പറഞ്ഞല്ലോ, മനസ്സമാധാനമാണ് പ്രധാനം. നിങ്ങൾ മനസ്സമാധാനത്തിന് നിരക്കുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യാവൂ. തെറ്റ് ചെയ്തെങ്കിൽ മനസ്സമാധാനം ഉണ്ടാവില്ല. ബാക്കിയെല്ലാം കേൾക്കുമ്പോഴും, തെറ്റായ കാര്യങ്ങൾ നമ്മളെക്കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോഴും ഉള്ളാലെ ചിരിച്ചുകൊണ്ടത് കേൾക്കാൻ പറ്റും. ആ ഉള്ളാലെ ചിരിച്ചുകൊണ്ട് കേൾക്കാൻ പറ്റുന്ന മാനസികാവസ്ഥയിലാണ് ഞാൻ. ഒന്നും എന്നെ യേശില്ല. യേശാത്തത് ഇതുകൊണ്ട് തന്നെയാണ്. അതൊരു അഹംഭാവം പറച്ചിലൊന്നുമല്ല. ഈ കൈകൾ ശുദ്ധമാണ്, അതുകൊണ്ട് തന്നെയാണ്. അത് ആരുടെ മുന്നിലും പറയാൻ കഴിയും, അല്പം തല ഉയർത്തി തന്നെ പറയാൻ കഴിയും. അതാണ് അത് സംബന്ധിച്ച് എനിക്ക് പറയാം. നമസ്തേ, ജനം ഡിബേറ്റിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി വിജയൻ്റെ മകൾ വീണയുടെ IT കമ്പനിയായ എക്സാലോജിക്കിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ അന്വേഷണം. തൻ്റെ കൈകൾ ശുദ്ധമാണെന്ന പിണറായി വിജയൻ നിയമസഭയിൽ വിളിച്ചു പറഞ്ഞ ദിവസം തന്നെ അന്വേഷണം പ്രഖ്യാപിച്ചു എന്നതാണ് ശ്രദ്ധേയം. അന്വേഷണത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് CPM ഇന്ന് നിയമസഭയിൽ ഫ്രോഡ് വിഷയത്തിൽ പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയപ്പോൾ വീണയുടെ അച്ഛൻ വിട്ടുനിന്നു. മടിയിൽ കനവില്ലെങ്കിൽ എന്തിനാണ് ഈ ഒളിച്ചോട്ടം? നമുക്ക് പരിശോധിക്കാം. മുഖ്യൻ്റെ കൈകൾ ശുദ്ധമാണോ? സേവ് കേരള ഫോറം ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KM ഷാജഹാൻ, പരാതിക്കാരൻ ഷോൺ ജോർജ്, സംവാദകൻ ശ്രീജിത്ത് പണിക്കർ, BJP വക്താവ് ഷാജി രാഘവൻ എന്നിവ അതിഥികളാവുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രേക്ഷകരെയും. ഞാൻ ഈ സംവാദം ഷോണിൽ നിന്ന് ആരംഭിക്കുകയാണ്. ഷോൺ, CMRL-ഉം എക്സാലോജിക്കും തമ്മിലുള്ള ഇടപാടിലെ ദുരൂഹത ആദായ നികുതി വകുപ്പിൻ്റെ ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡ് കണ്ടെത്തിയിരുന്നു. നോക്കുകൂലി തെളിഞ്ഞിരുന്നു. ഒരു ഭാഗത്ത് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിൻ്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. SFIO അന്വേഷണം ആവശ്യപ്പെട്ട് താങ്കൾ ഹൈക്കോടതിയെ സമീപിച്ചപ്പോഴാണ് കേന്ദ്രം തന്നെ അന്വേഷണത്തിന് ഉത്തരവിട്ടത്. പ്രശ്നത്തിൻ്റെ ഗൗരവം പൂർണ്ണ അർത്ഥത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണോ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷനിലോട്ട് പോകുന്നത്? ഷോൺ, ആദ്യം തന്നെ പറയട്ടെ ചേട്ടാ, ഇത് 100% ടെക്നിക്കലായിട്ടാണ് SFIയുടെ അന്വേഷണം ഇവിടെ എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ മാസം 12-ാം തീയതിയാണ് സെക്ഷൻ 210 അനുസരിച്ചുള്ള കമ്പനീസ് ആക്ട് സെക്ഷൻ 210 അനുസരിച്ചുള്ള എൻക്വയറി കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയം പുറപ്പെടുവിച്ചത്. അതിനോടൊപ്പം ഹൈക്കോടതിയുടെ അതിന് മുൻപത്തെ സിറ്റിംഗിൽ ഹൈക്കോടതി ചോദിച്ച SFI എൻക്വയറിയെ സംബന്ധിച്ചുള്ള അവരുടെ അഭിപ്രായം അറിയിക്കണം എന്ന് കൃത്യമായി തന്നെ കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരുന്നു. ഈ 210 അനുസരിച്ചുള്ള എൻക്വയറി ഓർഡറും അവിടെ ഹാജരാക്കിയതിനു ശേഷം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ കേന്ദ്ര സർക്കാർ അഭിഭാഷകൻ അവിടെ ആവശ്യപ്പെട്ടത് SFIO അന്വേഷണത്തെ സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നതിലും അതിനെ സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനും 2 ആഴ്ച സമയമാണ്. ആ 2 ആഴ്ച സമയം എന്നത് കോടതി 20 ദിവസമാണ് സമയം അനുവദിച്ചത്. സ്വാഭാവികമായും കോടതിയുടെ മുമ്പിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായ ബാംഗ്ലൂർ ROC റിപ്പോർട്ട് അനുസരിച്ച് കമ്പനീസ് ആക്ട് സെക്ഷൻ 447 അനുസരിച്ചുള്ള കുറ്റം ഈ കമ്പനികൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ള റിപ്പോർട്ട് വന്നതിന്റെ അടിസ്ഥാനത്തിൽ ആക്ട് പ്രകാരം തന്നെ SFIO അന്വേഷണം മാത്രമേ ഇനി പ്രായോഗികമായി നടപ്പിലാക്കാൻ കഴിയൂ. ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആകണം കേന്ദ്ര കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയം ഈ തീരുമാനത്തിലേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ
ഈ ഇതുവരെ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും സ്വാഭാവികമായിട്ടും ഇപ്പൊ പറയുന്ന പോലെ, ഇപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞ പോലെ, സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ പോലെ, AK ബാലൻ സഖാവ് പറഞ്ഞ പോലെ, സ്വാഭാവികമായി ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അതിനെ രാഷ്ട്രീയ പ്രേരിതം എന്ന് പറയുന്നതാണ് ഏറ്റവും എളുപ്പമുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ തീരുമാനമെടുക്കുമ്പോൾ ഒരു ഒരു മന്ത്രാലയത്തിന് തീർച്ചയായിട്ടും അതിന്റെ എല്ലാ വശങ്ങളും പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ആ പരിശോധനകൾ പൂർത്തീകരിച്ചാണ് SFIയുടെ അന്വേഷണത്തിലേക്ക് പോയതെന്ന് ഞാൻ കരുതുന്നു. ടോണി, SFIയുടെ അന്വേഷണത്തിൻ്റെ പരിധിയിൽ ആരൊക്കെ വരും? ഇപ്പോൾ ഈ എക്സാലോജിക്കും അതുപോലെ CMRലും തമ്മിലുള്ള ആ ഇടപാട് മാത്രമാണോ, അതോ അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ നീങ്ങുമോ? എക്സാലോജിക്കും CMRലും KSIDCയും തമ്മിലുള്ള ഇടപാടുകൾ അന്വേഷിക്കാനാണെങ്കിൽ സെക്ഷൻ 210 അനുസരിച്ചുള്ള ആദ്യം പ്രഖ്യാപിച്ച അന്വേഷണം തന്നെ ധാരാളമായിരുന്നു. അതാണ് കമ്പനീസ് ആക്ട് പ്രകാരം കമ്പനികളുടെ ക്രമക്കേടുകൾ കണ്ടെത്താനുള്ള ഒരു പ്രോപ്പർ അന്വേഷണം തന്നെ ആയിരുന്നത്. പക്ഷേ ഇതിന്റെ അന്വേഷണ പരിധി എന്ന് പറയുന്നത് 135 കോടി രൂപ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾക്കും ട്രേഡ് യൂണിയനുകൾക്കും മറ്റാളുകൾക്കുമായി വിതരണം ചെയ്തിട്ടുണ്ട്. ആ പണം എങ്ങോട്ട് പോയി എന്ന് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പണം എങ്ങോട്ട് പോയി എന്ന് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അധികാരങ്ങൾ കൂടുതലുള്ള, അതായത് ക്രിമിനൽ കേസിൽ FIR ഇടാൻ കഴിയുന്ന, അല്ലെങ്കിൽ മറ്റേത് ഇന്ത്യയിലുള്ള, ഇപ്പൊ എല്ലാവരും പറയുന്നുണ്ട് CBI വന്നില്ലല്ലോ, ED വന്നില്ല. CBIയും EDയും ഒക്കെ അതിലൊക്കെ മുകളിലുള്ള ഏജൻസിയാണ്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസാണ്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ പരിധിയില്ല. അതിന് ഇന്ത്യയിലുള്ള ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ഏത് ഏജൻസിയെയും അവരുടെ അന്വേഷണത്തിൽ അവർക്ക് ഇതിനോടൊപ്പം സഹകരിപ്പിക്കാൻ കഴിയും. SFIO ആവശ്യപ്പെട്ടാൽ ഇന്ത്യയിലുള്ള ഏത് ഏജൻസി ഇതുവരെ അന്വേഷിച്ചിട്ടുള്ള എല്ലാ ഡോക്യുമെന്റുകളും അവർക്ക് കൈമാറേണ്ടി വരും. ഇപ്പൊ ഇവിടെ ഇന്നലെ ബാലൻ സഖാവ് പറഞ്ഞൊരു വിഷയമുണ്ട്. കൃത്യമായി പ്രോസിക്യൂഷനിൽ നിന്ന് എക്സെപ്ഷൻ ഇതിനകത്ത് അവർക്കുണ്ടായിരുന്നു, പ്രൊട്ടക്ഷൻ അവർക്കുണ്ടായിരുന്നു. കാരണം ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഒരു ഉത്തരവ് പ്രകാരം ഇനി ഇൻകം ടാക്സിന് ആ വിഷയത്തിൽ കൂടുതൽ അന്വേഷിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ പ്രിൻസിപ്പൽ കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് കൊച്ചി അവരാണ് CMRലെ ഈ തട്ടിപ്പ് അന്വേഷിച്ചത്. അങ്ങനെ അന്വേഷിച്ച PCITയുടെ റിപ്പോർട്ട് കോൾ ഫോർ ചെയ്യാൻ വേറൊരു ഏജൻസിക്കും കഴിയില്ല, SFIക്ക് അത് കഴിയും. അതുകൊണ്ട് തന്നെ ആ റിപ്പോർട്ട് പ്രകാരം ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ട്, ഓർഡർ അല്ല, റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുള്ള ഏതൊക്കെ വ്യക്തികളുണ്ടോ, മാത്രമല്ല കറപ്ഷൻ മാത്രമല്ല, കേരളത്തിന്റെ തീരദേശത്തെ, നമ്മളെല്ലാം സങ്കടത്തോടുകൂടി പറയുന്ന ഒരു കാര്യമുണ്ട്, കേരളത്തിലെ ചെറുപ്പക്കാർക്ക് ഇവിടെ ജോലിയില്ല, കേരളത്തിലെ ചെറുപ്പക്കാർക്ക് ഇവിടെ ജീവിക്കാൻ വയ്യാതെ പലായനം ചെയ്യുന്നു. ഇതിനൊക്കെ അടിസ്ഥാനം എന്താണ്? കേരളത്തിൽ ഒരു വ്യവസായമില്ല. അങ്ങനെ കേരളത്തിലെ തീരദേശത്തിന്റെ, ഗൾഫ് രാജ്യങ്ങൾക്ക് പെട്രോൾ എന്ന പോലെ തന്നെ സംസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ അസറ്റായ ധാതുമണലിനെ ഒരു വ്യക്തിക്ക് വേണ്ടി കൊള്ള ചെയ്തു കൊടുക്കാനുള്ള മുഖ്യമന്ത്രിയുടെയും അതോടൊപ്പമുള്ള ആളുകളുടെയും ഒരു പറ്റം രാഷ്ട്രീയ നേതാക്കളും നടത്തിയ വലിയ ഗൂഢാലോചനയും അഴിമതിയും ഇതുവഴി പുറത്തു വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ RC, OC, KK, IK ഇതെല്ലാം വരും പുറത്ത്, ഇവരുടെ എല്ലാം ഇടപാടുകൾ. ഞാൻ എന്റെ പരാതിയിൽ പിണറായി വിജയനെ വരെ അന്വേഷിച്ച് നിർത്തണമെന്നല്ല പറഞ്ഞിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട സമഗ്രമായ അന്വേഷണമാണ് ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. പക്ഷെ എനിക്ക് ഇത്ര പെട്ടെന്ന്, ഞാൻ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തപ്പോൾ എന്റെ റെസ്പോണ്ടന്റ് 7 എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയാണ്. ഞാൻ അതിന് കൃത്യമായി പറയാം, എന്റെ പരാതിക്ക് ശേഷമാണ് തോട്ടപ്പള്ളി സ്പിൽവേയിൽ ഖനനം നിർത്തിക്കൊണ്ട് ഡിസംബർ മാസം 13-ാം തീയതി ഞാൻ റിട്ട് ഫയൽ ചെയ്യുന്നു. ഡിസംബർ മാസം 18-ാം തീയതി അവിടെ 2019 കേന്ദ്ര സർക്കാർ പറഞ്ഞൊരു ഓർഡർ നടപ്പിലാക്കിയത് 2023 ഡിസംബർ 18-ാം തീയതിയാണ്. അതിന്റെ ക്ലാരിഫിക്കേഷൻ ഓർഡർ 27-ാം തീയതി ആയിരിക്കും. അപ്പോൾ എന്റെ റിട്ട് കൊണ്ട് അവിടെ ഒരു അന്യായമായ പ്രവൃത്തി നടക്കുന്നുണ്ട് എന്ന് സർക്കാർ മന്ത്രിസഭ കൂടി തന്നെ അംഗീകരിച്ച് ആ പ്രവർത്തനം, ആ ഖനനം നിർത്തലാക്കി. അപ്പോൾ ഞാൻ ആ റിട്ട് കൊടുത്തില്ലായിരുന്നുള്ള അവസ്ഥ എന്താണ്? അപ്പൊ അത് ഇന്നും തുടർന്നേ. 2018 പ്രളയത്തിന്റെ മറവിൽ, അന്ന് പ്രളയത്തിന് ശേഷം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി കൃത്യമായി ഗവൺമെന്റിന് ഓർഡർ കൊടുത്തു, തോട്ടപ്പള്ളി സ്പിൽവേയുടെ മുമ്പിൽ ആ പുഴയിലുള്ള മണൽ ഒരിക്കലും അവിടെ കിടക്കാൻ പാടില്ല, മഴക്കാലത്ത് അത് തുറന്നു കിടക്കണം. ആ തുറന്നു കിടക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ആ മണൽ വാരി CMRലിനോ കരിമണൽ കർത്തായിക്കോ വിൽക്കാൻ പറഞ്ഞിട്ടില്ല. ആ മാറ്റി അവിടുന്ന് മണൽ നീക്കം ചെയ്യണമെന്നുള്ള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഓർഡറിന്റെ മറവിൽ കേരളത്തിലെ 40,000 കോടി രൂപ വില മതിക്കുന്ന ഇലുമിനേറ്റ് ധാതു മണൽ കടത്തിയിരിക്കുന്നു.
അത് അന്വേഷിക്കേണ്ടത് ഒരു കമ്പനീസ് ആക്ട് പ്രകാരം മാത്രമല്ല, SFIO തന്നെ അന്വേഷിച്ചാൽ മാത്രമേ ഇതിന്റെ ആഴം എത്രയാണ്. ഞാൻ പറഞ്ഞത് ഇപ്പോ ഞാൻ ഇതിനകത്ത് മറ്റൊരു പരാതി അഡീഷണൽ ആയിട്ട് കൊടുത്തൊരു പരാതിയുണ്ട്. NBFC, അതായത് ഈ പറയുന്ന കർത്തയുടെ ഭാര്യ ഉൾപ്പെടെ ഡയറക്ടർമാരായുള്ള കമ്പനിയിൽ നിന്നും 77,88,000 രൂപ എക്സാലോജിക്കിലേക്ക് എൻട്രി ഉണ്ട്. എക്സാലോജിക്കിന്റെ ബാലൻസ് ഷീറ്റിൽ ആ കമ്പനിയിൽ നിന്നും വന്നതായ എൻട്രി ഉണ്ട്. അത് തിരിച്ചു കൊടുത്തോ? അത് തിരിച്ചു കൊടുത്തില്ലേ? അവിടെ എംപവർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി, നിങ്ങൾ മനസ്സിലാക്കണം, 21 ആ കമ്പനിയിൽ നിന്നാണ് പണം വന്നിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ ആ കമ്പനി നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയോ, അങ്ങനെ ഒരു കമ്പനി ഇല്ല. അതിന്റെ പേര് ദൈവാനുഗ്രഹിച്ചാൽ എംപവർ എന്നുള്ള പേര് അവർക്ക് മാറ്റാൻ പുതിയ കമ്പനി രൂപീകരിച്ച എംപവർ എന്നുള്ള പേര് വിട്ടില്ല, എംപവർ എന്റർപ്രൈസസ് എന്നാക്കി. എംപവർ എന്റർപ്രൈസസ് മാത്രം ആക്കിയെന്ന് മാത്രമല്ല, 2022 ഈ അന്വേഷണം ആരംഭിച്ചതിന് ശേഷം ഒരു NBFC, ഒരു നോൺ ബാങ്കിങ് ഫിനാൻസ് കോർപ്പറേഷൻ, ഒരു കോർപ്പറേഷൻ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ 1-2 കോടി രൂപ ചെലവുള്ളതാണ്. റിസർവ് ബാങ്കിന് ആപ്ലിക്കേഷൻ കൊടുത്തുകൊണ്ട് കർത്തയുടെ ഭാര്യ ഉൾപ്പെടെ ഡയറക്ടർമാരായിട്ടുള്ള ആ കമ്പനി ലൈസൻസ് ക്യാൻസൽ ചെയ്തിരിക്കുന്നു. ഇതൊക്കെ മടിയിൽ കനമില്ലാത്തതുകൊണ്ടും കൈ ശുദ്ധമായിട്ടും ഒക്കെ ചെയ്തതാണോ? ഇതൊക്കെ എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം. ഇതൊക്കെ അന്വേഷണത്തിന്റെ പരിധിയിൽ വരേണ്ടതും, ഇത്തരം കാര്യങ്ങൾ അന്വേഷണത്തിന്റെ പരിധിയിൽ വന്നാൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം മാറ്റി പറയേണ്ടത്. ഷോണെ, ഈ കരിമണൽ ഖനനം വഴി ഇപ്പോൾ തോട്ടപ്പള്ളി അവിടുത്തെ അടക്കം താങ്കൾ പറഞ്ഞു, ഈ ഫ്രോഡ് ടീമുകൾ ഏകദേശം എത്ര കോടികൾ സമ്പാദിച്ചു കാണും? ഒരു അപ്രോക്സിമേറ്റ് ഒരു കണക്ക് എന്തെങ്കിലും താങ്കളുടെ കയ്യിലുണ്ടോ? മാത്രമല്ല ഇവിടെ മാത്രമല്ല ഇടപാടുകൾ വിദേശത്തുണ്ട് എന്ന് പറയുന്നു, കേൾക്കുന്നു. ഇതിന്റെ ഒരു കണക്ക് എന്ന് പറയുന്നത്, നമ്മള് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ ഡ്രെച്ചിങ്ങിന്, അല്ലെങ്കിൽ ഈ മണൽ നീക്കം ചെയ്യുന്നതിന് ടെൻഡർ വിളിച്ചിട്ടുള്ളത്. സംസ്ഥാനത്തെ ഇത്തരത്തിൽ മണൽ, ഞാനിപ്പോ എന്റെ നാട്ടില് ഇതേ ആക്ട് പ്രകാരം, ഇതേ നിയമപ്രകാരം ജില്ലാ കളക്ടർ ഓർഡർ മേടിച്ച് മൂന്നല എന്ന് പറയുന്ന പട്ടണത്തിൽ ഇത്തരത്തിൽ സ്ഥിരമായി വെള്ളപ്പൊക്കം ഉണ്ട്. അവിടെ ഒരു ചെക്ക് ഡാം ഉണ്ടായിരുന്നു. അപ്പൊ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ ആ വെള്ളപ്പൊക്കം തടയാൻ വേണ്ടി ജയശ്രീ മാഡം കളക്ടറായിട്ടിരിക്കുമ്പോൾ ഈ ഓർഡർ പ്രകാരം ഞാൻ അവിടെ ഇറിഗേഷൻ വകുപ്പിന് കളക്ടറെ കൊണ്ട് ഡയറക്ഷൻ കൊടുത്ത് അവർ ലേലം ചെയ്ത് വിറ്റു. ആ ലേലം ചെയ്ത് അവിടുത്തെ മണൽ വാരി സർക്കാരിന് 32 ലക്ഷം രൂപ കിട്ടി. അപ്പോഴാണ് അതിനെ സംബന്ധിച്ച് എനിക്കറിയാൻ കഴിഞ്ഞത്, ഒരു മെട്രിക് ടണ്ണിന് അനുസരിച്ച് ഒരു മെട്രിക് ടണ്ണിന് മണലാണെങ്കിൽ 264 രൂപയാണ് ഒരു മെട്രിക് ടണ്ണിന് സർക്കാരിലേക്ക് ലേലം ചെയ്യുമ്പോൾ പണമായി അടയ്ക്കേണ്ടത്. ഇവിടുന്ന് വാരിക്കൊണ്ടുപോയ ഇലുമിനേറ്റിന്റെ, അതായത് ഒരു മെട്രിക് ടൺ മണൽ വരുമ്പോഴത്തുള്ള വിലയാണ് ഞാൻ പറഞ്ഞത്. ആ മണലിന് പകരം ഇവിടുന്ന് വാരിയെടുത്തത് ഇലുമിനേറ്റ് അടങ്ങിയ ധാതു മണലാണ്. ആ ധാതു മണലിന് ഇന്റർനാഷണൽ മാർക്കറ്റിൽ 12,000 രൂപയ്ക്ക് അധികം വിലയുണ്ട്. അപ്പം ഒരു മെട്രിക് വാരിക്കൊണ്ടുപോയ മണലിന്റെ അളവ്, അത് ഇറിഗേഷൻ വകുപ്പ് സമാനം, വാരിക്കൊണ്ടുപോയ മണലിന്റെ അളവ് എന്ന് പറയുന്നത് ഞാൻ അറിഞ്ഞത് വെച്ച് 52 ലക്ഷം മെട്രിക് ടൺ കൂടുതലാണ്. ഈ 52 ലക്ഷം ഇൻറ്റു 12,000 ഒന്ന് അടിച്ചു നോക്കിയാൽ കാൽക്കുലേറ്ററെ തികയില്ല. അതുകൊണ്ട് എനിക്ക് ആ തുക കറക്റ്റ് ആയിട്ട് മനസ്സിലായില്ല. എന്നാണെങ്കിലും 40,000 കോടിയിൽ താഴെ വരില്ല. 40,000 കോടി രൂപയ്ക്ക് മുകളിലാണ്. ഒരു കാൽക്കുലേറ്ററിൽ നമുക്ക് അടിച്ചെടുക്കാൻ കഴിയുന്ന തുകയല്ലത്. അല്ല ഷോണ, എന്നിട്ടും വളരെ കൂളായിട്ടാണല്ലോ മിസ്റ്റർ മുഖ്യമന്ത്രി കൈകൾ ശുദ്ധമാണ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ കൈകൾ ശുദ്ധമാണെങ്കിൽ അദ്ദേഹം ആദ്യം ചെയ്യേണ്ടത് SFIയുടെ അന്വേഷണം സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹം പറഞ്ഞ പോലെ മടിയിൽ കനവില്ല, കൈകൾ ശുദ്ധമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയപരമായി നമുക്ക് അഭിപ്രായ വ്യത്യാസമാകും, വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും, പക്ഷെ അദ്ദേഹം നമ്മുടെ എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം നടത്തി അദ്ദേഹത്തിന്റെ കൈകൾ ശുദ്ധമാണെങ്കിൽ ഒരു മലയാളി എന്ന നിലയിൽ നമുക്കെല്ലാം സന്തോഷിച്ചൂടെ? നമ്മുടെ മുഖ്യമന്ത്രി മാന്യനാണ്, മര്യാദക്കാരനാണ്. അന്വേഷണമല്ല ഞാൻ ആവശ്യപ്പെട്ടുള്ളൂ. അദ്ദേഹം കുറ്റക്കാരനാണെന്ന് മാത്രമല്ല, കുറ്റക്കാരനാണെന്ന് ഞാൻ സംശയിക്കുന്നു. എനിക്ക് സംശയിക്കാൻ തക്ക കാരണങ്ങളുണ്ട്. അപ്പൊ അവിടെ ഒരു അന്വേഷണം നടക്കട്ടെ. ആ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം നിരപരാധിയാണെങ്കിൽ അത് പുറത്തു വരട്ടെ. ഞാൻ കണ്ടിടത്തോളം ഇത് ഈ സംസ്ഥാനം കണ്ടതിലെ ഈ സംസ്ഥാനം ഇന്ന് വരെ കണ്ടിട്ടുള്ളതിലെ ഏറ്റവും വലിയ കൊള്ളയാണ് നടന്നിട്ടുള്ളത്. അപ്പോ അങ്ങനെയുണ്ടെങ്കിൽ ഈ കൊള്ള നടത്തിയവർക്കെതിരെ മുഖ്യമന്ത്രി എന്ന നടപടി സ്വീകരിക്കാത്തത് ഈ എക്സാലോജിക്കും നമ്മുടെ CMRലും KSIDCയും തമ്മിലുള്ള ഇടപാടിൽ മാത്രം, അല്ലെങ്കിൽ 135 കോടി രൂപ ഇന്റർം സെറ്റിൽമെന്റ് ബോർഡ് തിരിമറി നടത്തിയെന്ന് കണ്ടെത്തിയപ്പോ അതുവഴി മാത്രം
KSIDC എന്നത് സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള സ്ഥാപനമാണ്, നിങ്ങളുടെ സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിന് 18 കോടി രൂപ നഷ്ടം വന്നിട്ടുണ്ട്. ആ 18 കോടി രൂപ ആ 18 കോടി രൂപ തിരിച്ചു പിടിക്കാൻ എന്ത് നടപടിയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതുവരെ സ്വീകരിച്ചത്? ഒരു വെള്ള പേപ്പറിൽ ഒരു കത്ത് എഴുതിയിട്ടുണ്ട്. KSIDC നിന്നും എന്താ ഇങ്ങനെ 18 കോടി രൂപയ്ക്ക് അടുത്തത് നമുക്ക് അത് റിക്കവർ ചെയ്യാൻ നടപടി വേണം. ഷോൺ ഇടയ്ക്ക് ഫ്രീസ് ആവുന്നു. ഷോൺ കേൾക്കാമോ? ഷോൺ ഷോൺ കേൾക്കാം. ഇടയ്ക്ക് ഫ്രീസായിപ്പോയി. പിന്നെ ഈ SFIO അന്വേഷണം ആവശ്യപ്പെട്ട് താങ്കൾക്ക് ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ വളരെ ശക്തമായിട്ടല്ലേ CMRL അതുപോലെ KSIDC ഒക്കെ എതിർത്തത് അല്ലേ? അതാ എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം, സുപ്രീം കോടതിയിലെ ഏറ്റവും മുതിർന്ന അഭിഭാഷകരിൽ ഒരാളാണ് KSIDCക്ക് വേണ്ടി ഹാജരായത്. CMRL വേണ്ടി ഹാജരായത് മുൻ തമിഴ്നാട് അഡ്വക്കേറ്റ് ജനറലാണ്. അത്രയും പ്രമുഖരായ അഭിഭാഷകരാണ് ഹാജരായത്. CMRL സ്വാഭാവികമായും SFIO അന്വേഷണത്തെ എതിർക്കാം. ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി എൻറ്റിറ്റിയാണ്, അവർക്കത് എതിർക്കാം. പക്ഷേ ഇത്തരത്തിലൊരു തിരിമറി നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിക്കേണ്ട എന്ന് KSIDC ഹൈക്കോടതിയിൽ വന്ന് പറയുന്നു. അതെന്ത് മര്യാദയാണ്? എനിക്ക് മനസ്സിലായില്ല. അന്വേഷിക്കേണ്ട ആവശ്യം ഏറ്റവും അധികമുള്ളത്, എന്നേക്കാൾ കൂടുതൽ ഇതിനെ സംബന്ധിച്ച് അന്വേഷിക്കേണ്ട ബാധ്യതയുള്ളത് KSIDCക്കല്ലേ? അവരെന്തിനാണ് 25 ലക്ഷം രൂപ അടക്കി സുപ്രീം കോടതിയിലെ ഏറ്റവും മുതിർന്ന അഭിഭാഷകനെ കൊണ്ടുവന്നത്? അപ്പൊ അത് വെറുതെയായി. അത് ഇപ്പൊ അല്ല, ഇന്ന് CPS സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് താങ്കൾ ശ്രദ്ധിച്ചു. അതായത് ഈ ആരോപണം ഉയർത്തിക്കൊണ്ടുവന്ന മാത്യു കുഴൽനാടൻ വഴി കോൺഗ്രസിൻ്റെ പ്രതിനിധിയാണ്. പിന്നെ ഷോൺ ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു? BJPയിൽ എത്തി നിൽക്കുന്നു. BJPയിലെ അംഗമാണ് താങ്കൾ. അപ്പോൾ ഇത് ഈ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് ആസന്നമായ സാഹചര്യത്തിൽ കോൺഗ്രസും BJPയും ഒക്കെ സംയുക്തമായി നമ്മുടെ മുഖ്യനെയും അതുപോലെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും ഒക്കെ തകർക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തി ഒരു കൃത്യമായിട്ടുള്ള തിരക്കഥയോടുകൂടി ഈ വിഷയം അവതരിപ്പിച്ചു എന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാഷ്യം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ്, 2025 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, 2026 വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പ് ഒഴിഞ്ഞിട്ട് എപ്പോഴാണ് മുഖ്യമന്ത്രിക്ക് അന്വേഷിക്കാൻ സൗകര്യമുള്ളതെന്നും നേരത്തെ അറിയിച്ചായിരുന്നെങ്കിൽ ആ സമയത്ത് പരാതി കൊടുക്കാമായിരുന്നു. ഇത് എപ്പോ ആരോപിച്ചാലും, ഇത് തെരഞ്ഞെടുപ്പ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ എപ്പോ ആരോപിച്ചാലും CPM പറയാൻ പോകുന്ന മറുപടി ഇത് തന്നെയാണെന്നുള്ള കാര്യം കേരള സമൂഹത്തിൽ ആർക്കും സംശയമില്ല. അത് പറയുന്ന ന്യായീകരണം സത്യം പറഞ്ഞാല് ഇന്ന് അഭിഭാഷകനും മുൻ നിയമമന്ത്രിയുമായ AK ബലൻ സഖാവ് പറഞ്ഞതിനെതിരെ പരാതി കൊടുക്കേണ്ടതാണ്. ഇതിനകത്ത് ഇവരാരും കുറ്റക്കാരല്ല എന്ന് ഹൈക്കോടതി പറഞ്ഞതാണ്. ഹൈക്കോടതി എപ്പോഴാണത് പറഞ്ഞത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇവരാരും കുറ്റക്കാരല്ല, ഇതിന്റെ അന്വേഷണം ആവശ്യം, ഇവർക്കെതിരെ CMRL എക്സാലോജിക്കിനും മുഖ്യമന്ത്രിക്കും വീണയ്ക്കുമെതിരെ അന്വേഷണം ആവശ്യമില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഒരു കമന്റിനെ ദുർവ്യാഖ്യാനം ചെയ്ത് അതിനെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചാൽ അദ്ദേഹത്തിനെതിരെ എന്റെ മര്യാദ കൊണ്ടാണ് ഞാൻ പരാതി കൊടുക്കാത്തത്. ഒരു കാര്യം കൂടി, അദ്ദേഹത്തെ ഒത്തിരി ബഹുമാനിക്കുന്നതുകൊണ്ടാണ് ഞാൻ പരാതി കൊടുക്കാത്തത്. യെസ്, ഒരു കാര്യം കൂടി ഷോൺ, ഈ SFIO അന്വേഷണം കേരളത്തിൽ ആദ്യമായിട്ടാണോ നടക്കുന്നത്? കേരള സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ ആദ്യ SFIO അന്വേഷണം ഇവിടെ നടക്കുന്നത് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ തന്നെയാണ്. കേരളത്തിലെ ആദ്യത്തെ അന്വേഷണമാണ് SFIOയുടെ. അപ്പോൾ എന്തായാലും നല്ല ഐശ്വര്യപൂർണ്ണമായിട്ട് അത് നടക്കട്ടെ അല്ലേ? മിസ്റ്റർ PV തന്നെ പ്രതിസ്ഥാനത്ത് നിൽക്കുമ്പോൾ അന്വേഷണം വളരെ ഭംഗിയായിട്ട് നടക്കുമെന്നതിൻ്റെ പ്രത്യേക. യെസ്, KM ഷാജഹാൻ, ഇതൊന്നും ഞങ്ങൾ കേൾക്കില്ല, കാരണം ഈ കൈകൾ ശുദ്ധമാണ്. ആദ്യം ഭാര്യയ്ക്കെതിരെയായിരുന്നു ആരോപണങ്ങൾ, ഇപ്പം മകളായി ആക്ഷേപങ്ങൾ. ഉള്ളാലെ ചിരിച്ചുകൊണ്ട് കേൾക്കാവുന്ന മാനസികാവസ്ഥയിലാണ് ഞാൻ. PV പറഞ്ഞിരിക്കുന്നതാണ്. മിസ്റ്റർ വിജയൻ ഈസ് വെരി വെരി കൂൾ. ഇതൊന്നും അദ്ദേഹത്തിൻ്റെ രോമത്തിൽ പോലും തൊട്ടിട്ടില്ല എന്നാണ് നിയമസഭയിൽ അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഇന്ന് ഈ വിഷയം അടിയന്തര പ്രമേയമായിട്ട് അവതരിപ്പിക്കാൻ പ്രതിപക്ഷം ശ്രമിച്ചു. അതിന് അവതരണാനുമതി നിഷേധിച്ചു അദ്ദേഹം. പക്ഷേ മടിയിൽ കനമില്ല എന്ന് ആവർത്തിച്ച് പറയുന്ന, കൈകൾ ശുദ്ധമാണെന്ന് പറയുന്ന
മിസ്റ്റർ പിണറായി വിജയൻ ഇന്ന് പ്രസൻ്റ് ആയിരുന്നില്ല സഭയിൽ. അല്ല അനിൽ, ഇത് അനിൽ ഓർമ്മയുണ്ടാവും, ഈ ലാവലിൻ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം നടക്കുന്ന സമയത്ത് ലാവലിൻ കമ്പനി ടെൻഡറിൽ പങ്കെടുക്കാതിരിക്കുന്നതിന് പകരം ഒരു ക്യാൻസർ സെൻറ്റർ പണിയാൻ 100 കോടി രൂപ കൊടുക്കും എന്നുള്ളൊരു പ്രപ്പോസൽ വന്നു. അതെ. ആ പ്രപ്പോസൽ വന്ന സമയത്ത് അന്ന് ധനകാര്യ സെക്രട്ടറി ആയിരുന്ന എസ് വരദാചാരി അദ്ദേഹം ചോദിച്ചു, ഇതെന്താണ് ഇങ്ങനെ? അന്ന് പിണറായി വിജയൻ ഊർജ്ജ വകുപ്പ് മന്ത്രിയാണ്. ഇതെന്താണ് ഇങ്ങനെ? ഞാനിങ്ങനെ ഒന്നും കേട്ടിട്ടില്ലല്ലോ, ഇത് ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ കേൾക്കുന്നത്, ഇത് ഒരു കോമൺ സെൻസിന് ചേരുന്നതല്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ഊർജ്ജ വകുപ്പ് മന്ത്രി പിണറായി വിജയൻ വരദാചാരിയുടെ തല പരിശോധിക്കണം എന്നാണ് ഫയലിൽ എഴുതി വെച്ചത്. ആ ഫയൽ പിന്നീട് കത്തിച്ച് കളഞ്ഞെന്നൊക്കെയാണ് പറയുന്നത്. CBI നോക്കിയിട്ടൊന്നും കിട്ടിയില്ല. അപ്പോൾ ഈ പിണറായി വിജയൻ 2 കൈയും പൊക്കിപ്പിടിച്ചിട്ട് എൻ്റെ കൈകൾ ശുദ്ധമാണ് എന്ന് പറയുമ്പോൾ അതുപോലൊരു തലപരിശോധന ഇവിടെ വേണ്ടി വരുമോ എന്നുള്ളൊരു സംശയമാണ് എനിക്ക് ഉള്ളത്. വളരെ എലിമെൻ്ററി ആയിട്ടുള്ളൊരു ചോദ്യം. ഒരു LP സ്കൂൾ അധ്യാപികയായിരുന്ന ഭാര്യയുടെ ശമ്പളവുമായി പിണറായി വിജയൻ മകളെ ബാംഗ്ലൂരിലേക്കാണ് വിട്ടത്. ബാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ബാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ IT ഹബ്ബാണ്. ആ IT ഹബ്ബിലേക്ക് LP സ്കൂൾ അധ്യാപികയായിട്ടുള്ള ഭാര്യയുടെ പെൻഷനും കൊണ്ട് പിണറായി വിജയൻ വിട്ടു എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർ പോട്ടെ, പിണറായി വിജയൻ ഇങ്ങനെ കൈ നെഞ്ചത്ത് വെച്ചെന്ന് പറഞ്ഞിരുന്നെങ്കിൽ പിണറായി വിജയന് പോലും അത് വിശ്വസിക്കാൻ പറ്റില്ലായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അല്ല, ഈ പെൻഷൻ ആനുകൂല്യങ്ങൾ എത്ര കിട്ടും? അല്ല, ഞാൻ ചോദിക്കുന്നത് എത്ര, ഞാൻ അതിലേക്ക് വരികയാണ്. അത് എത്ര കിട്ടും? ഒരു 1% കമ്പനിയാണ് രൂപീകരിച്ചത്. അത് 2014 രൂപീകരിച്ചത്. ആ രൂപീകരിച്ച സമയത്ത് 1 പൈസയുടെ വിറ്റുവരവ് വീണാ വിജയൻ ഇല്ലാതിരുന്ന സമയത്ത് ധനലക്ഷ്മി ബാങ്കിൽ നിന്ന് 50 ലക്ഷം രൂപയുടെ ഓവർ ഡ്രാഫ്റ്റ് ഈ 10 പൈസയുടെ വിലയില്ലായിരുന്ന പിണറായി വിജയൻ്റെ മകൾക്ക് കിട്ടിയെങ്കിൽ അത് എവിടുന്നാണ് കിട്ടിയത്? പിണറായി വിജയ 50 ലക്ഷം രൂപയുടെ ഓവർ ഡ്രാഫ്റ്റ് ധനലക്ഷ്മി ബാങ്ക് കൊടുക്കുകയാണ്. ആർക്കാ കൊടുക്കുന്നത്? 1 പൈസയുടെ പോലും വിറ്റുവരവില്ലാത്തൊരു കമ്പനി നടത്തുന്ന ഒരു വനിതയ്ക്ക് ഞാനോ അനിൽ നമ്പ്യാരോ ചെന്ന് കഴിഞ്ഞാൽ ധനലക്ഷ്മി ബാങ്ക് ഒരു 1 പൈസ തരുമോ? തരില്ല. അതിനുശേഷം എവിടുന്നൊക്കെ പൈസ കിട്ടി ഇവർക്ക്? കരിമണൽ കർത്താവിൻ്റെ ഭാര്യയുടെ കമ്പനിയായിട്ടുള്ള എംപവർ ഇന്ത്യയിൽ നിന്ന് പണം കിട്ടി, ഊരാളുങ്കലിൽ നിന്ന് പണം കിട്ടി, സാന്റാ മോണിക്കയിൽ നിന്ന് പണം കിട്ടി. ഇതെല്ലാം തന്നെ പൊതുമണ്ഡലത്തിൽ ഉള്ളതല്ലേ? ഇനി ബെർലിൻ കുഞ്ഞനന്ദൻ നായർ പറഞ്ഞിട്ടുള്ളത് എന്താ? അമൃതാനന്ദ മന്ത്രിയുടെ എഞ്ചിനീയറിംഗ് കോളേജ് ചെന്നിട്ട് പ്രവേശന പരീക്ഷ പോലും എഴുതാതാണ് അഡ്മിഷൻ കിട്ടിയെന്നല്ലേ ബെർലിൻ കുഞ്ഞനന്ദൻ നായർ പറഞ്ഞത്. എന്നിട്ട് അവിടെ നിന്ന് പാസ്സായി ഇറങ്ങി. അതാണ് 3ാം ക്ലാസ്സിൽ ഒറ്റ പാസ്സായെന്നാണ് എൻ്റെ വിവരം. എനിക്ക് അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അവിടുന്ന് പാസ്സായി ഇറങ്ങിയ ഉടനെ തന്നെ ഈ പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ എങ്ങോട്ടാണ് കയറിപ്പോയത്? RP ഇൻഫോടെക് എന്ന് പറഞ്ഞ രവി പിള്ളയുടെ കമ്പനിയിലെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ടല്ലേ കയറിയത്. സാധാരണ ഇതിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണെങ്കിൽ ഒരു 25 വർഷമെങ്കിലും കഴിയണ്ടേ? പിന്നെ അവിടുന്നാണ് അവരെ 2014 ഈ ഭാര്യയ്ക്ക് കിട്ടിയ തുച്ഛമായ പെൻഷൻ തുകയുമായി ഈ പാവപ്പെട്ട നിസ്വനായ ദരിദ്രനായ പിണറായി വിജയൻ മകളെ അങ്ങോട്ട് കയറ്റി വിടുന്നത്. അവർക്ക് കിട്ടിയ പൈസയുടെ കാര്യമാണ് ഞാൻ സൂചിപ്പിച്ചത്. അവരുടെ കമ്പനിയിൽ 32 ജീവനക്കാരുണ്ടായിരുന്നു. ആ 32 ജീവനക്കാർക്ക് ഞാൻ മനസ്സിലാക്കിയിടത്തോളം 2,90,00,000 രൂപയാണ് ശമ്പളമായിട്ട് കൊടുത്തത്. എവിടുന്നാണ് ഈ പൈസ എല്ലാം കിട്ടിയത്? എൻ്റെ പിണറായി വിജയൻ എന്താ പറയുന്നത്? കൈകൾ ശുദ്ധമാണെന്നും പറയുന്ന പിണറായി വിജയ, നിങ്ങൾ 2004 ഈ വീണ വിജയൻ്റെ സഹോദരനായിട്ടുള്ള വിവേക് തായിക്കണ്ടിയിലിനെ ഇംഗ്ലണ്ടിൽ ബർമിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ വിട്ടപ്പോൾ ആദ്യ വർഷം കൊടുത്ത 42 ലക്ഷം രൂപ 2004 നിങ്ങളുടെ 2ാമത്തെ മകന് ബർമിംഗ്ഹാമിൽ പഠിക്കാൻ കൊടുത്ത 42 ലക്ഷം രൂപ ഏത് മുതലാളിയാണ് പിണറായി വിജയ തന്നത്? ആ പൈസ എവിടുന്നാണ് പിണറായി വിജയ? ആ 42 ലക്ഷം കൊടുത്തു എന്നുള്ളത് ശക്തിധരൻ പറഞ്ഞിട്ട് വർഷങ്ങളായി മറുപടി ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ അതുകൊണ്ട് ഇത് ഇങ്ങനെ പറയുമ്പോൾ, ഇങ്ങനെ കൈയൊക്കെ പൊക്കി കാണിച്ചിങ്ങനെ പറയുമ്പോൾ ഈ സ്വയം വിവസ്ത്രനും പരിഹാസ്യനുമാകാം എന്നുള്ളതല്ലാതെ ഇത് പിണറായി വിജയൻ്റെ ചങ്കിനെ പോലും വിശ്വസിപ്പിക്കാൻ ഇത് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ പിണറായി വിജയൻ ഈ കേന്ദ്ര അന്വേഷണങ്ങളുടെ കാര്യത്തിൽ കൂളാകുന്നതിൽ തെറ്റില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം ഇവിടെ ഹേമന്ത് സോറൻ എന്ന് പറഞ്ഞ് ജാർഖണ്ഡ് മുഖ്യമന്ത്രിയെ ചില ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്തു.
ഇവിടെ അരവിന്ദ് കെജ്രിവാളിന് 4 പ്രാവശ്യം നോട്ടീസ് കൊടുത്തു, 5ാമത്തെ പ്രാവശ്യം നോട്ടീസ് കൊടുത്തിരിക്കുകയാണ് അറസ്റ്റ് ചെയ്യാനായിട്ട്. അരവിന്ദ് കെജ്രിവാൾ എന്ന് പറഞ്ഞ ഡൽഹിയിലെ മുഖ്യമന്ത്രിയെ CBI 9 മണിക്കൂർ ചോദ്യം ചെയ്തിട്ട് ഒരു തെളിവും കണ്ടില്ല. എന്നിട്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പുറകെ നടക്കുകയാണ്. ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനെ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്ത് അകത്തിയിട്ടിരിക്കുകയാണ്. എന്നാൽ ബഹുമാന്യനായിട്ടുള്ള പിണറായി വിജയനെതിരെ 2020 മുതൽ തെളിവുകളുടെ മൊഴികളുടെ കൂനയുണ്ടായിട്ടും പിണറായി വിജയനെ ഒരു ചുക്കും ചെയ്യാൻ BJP ഗവൺമെന്റിന് കഴിഞ്ഞില്ല. ഇപ്പൊ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? SFI ഷോൺ പറയുന്നത് ഞാൻ കേട്ടില്ല. ഷോൺ പറഞ്ഞിരുന്നെങ്കിൽ ഷോണിന് എനിക്ക് ഇത്തിരി മറുപടി കൊടുക്കാനുണ്ടായിരുന്നു. എന്താണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം വന്നെന്തോ മല മറിക്കുന്ന ഒരു മലയും അറിയാൻ പോകുന്നില്ല ഇവിടെ. അങ്ങനെ പറയാതെ ഞാൻ എന്നാ അനിൽ പറയൂ, എന്നിട്ട് ഞാൻ മറുപടി പറയാം. പറയൂ. അല്ല, കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേഷൻ. അതെ, അപ്പൊ അതിന്റെ ഗൗരവത്തോടു കൂടിയല്ലേ കേന്ദ്ര സർക്കാർ. അനിലെ, ഞാൻ ചോദിക്കുന്നത് ഇതുപോലെ ആദ്യത്തെ അന്വേഷണങ്ങൾ ഇവിടെ എത്ര എണ്ണം വന്നു? ഇവിടെ NIA-യുടെ അന്വേഷണം വന്നു, ഇവിടെ കസ്റ്റംസിന്റെ അന്വേഷണം വന്നു, ഇവിടെ ED-യുടെ അന്വേഷണം വന്നു. ഇതെല്ലാം വന്നിട്ട് കൊല്ലം 3-4 പിണറായി വിജയന്റെ ഒരു രോമത്തേൽ ഇവിടെ തൊട്ടിട്ടുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ROC-യുടെ അന്വേഷണം വന്നു, ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഓർഡർ വന്നു, അതിനകത്ത് പിണറായി വിജയനെതിരെയും മകൾക്കെതിരെയും ഫൈൻഡിങ്സ് വന്നു. ഇപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം വന്നിരിക്കുന്നു എന്നല്ലേ പറയുന്നത്? അനിൽ, ഈ SFIയുടെ അന്വേഷണ ഉത്തരവിന്റെ ഓർഡർ എടുത്ത് വായിച്ചു നോക്കിയോ? അതിൽ പറയുന്നത് എന്താണെന്നറിയാമോ? 8 മാസങ്ങൾക്ക് ശേഷം റിപ്പോർട്ട് കൊടുത്താൽ മതി എന്നാണ്. അതെ, ഒരു കാലാവധി. അതെ, എന്താണ് ആ കാലാവധിയുടെ പ്രത്യേകത? അല്ല ശ്രീ ഷാജഹാൻ, വിശദമായി അന്വേഷിക്കാൻ അത്രയും സമയം വേണ്ടി വരും. കാരണം എന്താ പറയുക, 2020 മുതൽ സ്വർണ്ണക്കള്ളക്കടത്ത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, വിശദമായി അതിനുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ പശുവും ചെത്ത് മോരിലെ പുളിയും പോയിട്ട് എന്താണ് കാര്യാനില്ലേ? ഈ 8 മാസം കഴിഞ്ഞ് അന്വേഷിച്ചിട്ട് എന്താണ് കാര്യമുള്ളത്? ഞാൻ ചോദിക്കട്ടെ, 12/6/2023 ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഓർഡർ വന്നത്? അതൊരു ജുഡീഷ്യൽ ബോഡിയുടെ ഓർഡർ അല്ലായിരുന്നോ? അതിൽ പിണറായി വിജയനെതിരെയും മകൾക്കെതിരെയും ഫൈൻഡിങ്സ് ഇല്ലായിരുന്നോ? ആ 12/6/2023 ആ ക്വാസി ജുഡീഷ്യൽ ബോഡിയുടെ ഓർഡർ വന്ന അന്ന് ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റിന്റെ അന്വേഷണം തുടങ്ങിയിരുന്നെങ്കിൽ ഇന്ന് പിണറായി വിജയനും മകളും എന്നേ ജയിലിലായി പോയനെ. എവിടെയായിരുന്നു മോഡി സർക്കാർ ഈ ജനുവരി വരെ? ഈ കഴിഞ്ഞ 7 മാസം ഏത് മാളത്തിലായിരുന്നു പിണറായി സർക്കാർ? എന്നിട്ട് ഇപ്പോൾ പറയുന്നത് എന്താണെന്നറിയോ? 8 മാസം കഴിഞ്ഞാൽ അന്വേഷണം പൂർത്തിയാക്കുമെന്നാണ് പറയുന്നത്. എനിക്കിതിനകത്ത് ഈ ഗുരുതരമായൊരു ആരോപണം ഉന്നയിക്കാനുണ്ട്. എന്താ ഗുരുതരമായ ആരോപണം എന്നറിയാവോ? ഈ SFIയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട കേസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചിൽ കിടക്കുകയായിരുന്നു കേരള ഹൈക്കോടതിയിൽ. ദേവൻ രാമചന്ദ്രൻ എന്ന് പറഞ്ഞ ജഡ്ജ് മുഖം നോക്കാതെ വിധിന്യായങ്ങൾ പ്രഖ്യാപിക്കുന്ന ആളാണെന്നുള്ളത് നമ്മൾ പലതവണ ഇവിടെ നിന്ന് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അവിടെ ആ കേസ് ദേവൻ രാമചന്ദ്രൻ കേൾക്കുമ്പോൾ അതിൻ്റെ ഇടയിലാണ് SFIയുടെ അന്വേഷണം വെച്ചിരിക്കുന്നത്. ഇത് ദുരൂഹമാണെന്നാണ് ഞാൻ പറയുന്നത്. കാരണം എന്താണെന്നറിയാവോ? ഇങ്ങനൊരു അന്വേഷണം നടക്കുന്നു, അത് 8 മാസം കഴിഞ്ഞ് തീരുമെന്നും പറഞ്ഞൊരു ഓർഡർ വന്നില്ലായിരുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ വന്നില്ലായിരുന്നുവെങ്കിൽ ദേവൻ രാമേന്ദ്രന് മുന്നിൽ ഷോൺ ജോർജ് ചെല്ലുമ്പോൾ 3 മാസത്തിനുള്ളിൽ അന്വേഷണം തീർക്കണം എന്ന് ദേവൻ രാമേന്ദ്രൻ പറഞ്ഞിരുന്നുവെങ്കിൽ പിണറായി വിജയനും മകളും 3 മാസത്തിനുള്ളിൽ അകത്ത് പോയേനെ. അപ്പം ഞാൻ പറയുന്നത്, 3 മാസത്തിനുള്ളിൽ അന്വേഷണം തീർക്കണമെന്ന് ദേവൻ രാമേന്ദ്രനെ കൊണ്ട് പറയിക്കാതിരിക്കാൻ, പിണറായി വിജയനെയും മകളെയും രക്ഷപ്പെടുത്താൻ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നതാണ് ഈ 8 മാസം കഴിഞ്ഞിട്ടുള്ള SFIയുടെ അന്വേഷണം എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണം ഞാൻ ഇവിടെ ഉന്നയിക്കുകയാണ്. കാരണം ഇനിയിപ്പോൾ ദേവൻ രാമേന്ദ്രൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. ദേവൻ രാമേന്ദ്രൻ ഒരു വിധിയും പ്രഖ്യാപിക്കാൻ പറ്റില്ല. കാരണം 8 മാസം കഴിഞ്ഞിട്ട് അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് വരുള്ളൂ. 8 മാസത്തിന് കഴിഞ്ഞിട്ട് അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് വരെ എന്ത് കാര്യമുള്ളത്? 8 മാസം കഴിഞ്ഞാൽ അന്വേഷണത്തിൽ ഒരു റിപ്പോർട്ടും വരാൻ പോകണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ക്വാസി ജുഡീഷ്യൽ ബോഡിയുടെ ഓർഡറിനകത്ത് ഇവർ പൈസ മേടിച്ചു എന്നുള്ള പറഞ്ഞതാണ്. ആ പറഞ്ഞ വെച്ചിട്ട് ഇവരെ അറസ്റ്റ് ചെയ്ത് അകത്തിട്ടാൽ പോരായിരുന്നു പിണറായി വിജയൻ്റെ മകളെ? ആ ജുഡീഷ്യൽ ഓർഡർ വന്ന് 7 മാസം കഴിഞ്ഞിട്ട് പറയാണ് ഇനി 8 മാസം കൂടെ കഴിഞ്ഞിട്ട് അന്വേഷിക്കുന്നു. എന്തൊരു അബ്സർഡിറ്റിയാണിത്? അല്ല, ഈ ഇൻകം ടാക്സിൻ്റെ ഇൻ്റർ സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഫൈൻഡിങ് വന്നു, ഓർഡർ വന്നു. പക്ഷെ അതിൻ്റെ അടിസ്ഥാനത്തിൽ പിടിച്ച് അകത്താക്കാൻ പറ്റുമോ? അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അതിനൊക്കെ അനിലെ ഞാനൊരു കാര്യം, പരിമിതികളില്ലേ? ഞാൻ എന്താണ് പരിമിതി? അതായത് ആം ആദ്മി പാർട്ടിയുടെ ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള മനീഷ് സിസോദിയയെ എന്ത് ഫൈൻഡിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് 1.5 വർഷക്കാലമായിട്ട് ജയിലിലിട്ടിരിക്കുന്നത്? അവിടുത്തെ അരവിന്ദ് കെജ്രിവാളിനെ 9 മണിക്കൂർ CBI ചോദ്യം ചെയ്തിട്ട് ഒരു തെളിവും കിട്ടിയില്ലല്ലോ. എന്നിട്ടും എന്താണ് ED അയാളുടെ പുറകെ നോട്ടീസും അടിച്ചിട്ട് നടക്കുന്നത്? എന്താണ് പരിമിതി?
അപ്പം ഈ 12/6/2023 ഉത്തരവ് വന്നു കഴിഞ്ഞപ്പോൾ ആ ഉത്തരവ് വന്ന് കഴിഞ്ഞ ഉടനെ തന്നെ SFIയുടെ അന്വേഷണം വെച്ചുകൂടായിരുന്നു? ആ 12/6/2023 SFIയുടെ അന്വേഷണം വെച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ജനുവരി ആകുമ്പോഴത്തേക്കും ഇവർ രണ്ടുപേരും അകത്തായി പോകുമായിരുന്നല്ലോ. എന്തിനാണ് ഈ 7 മാസം കാത്തുനിന്ന് എന്തിനായിരുന്നു? അപ്പോൾ അതൊന്നുമല്ല. ഞാൻ പറയാം, അനിൽ യോജിച്ചാലും ഇല്ലെങ്കിലും ഇതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിണറായി വിജയൻ്റെ മകൾക്കെതിരെ ഞങ്ങളുടെ കയ്യിലെല്ലാം ഉണ്ട്, തെളിവുകളെല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട്. SFIO എന്ന് പറഞ്ഞിട്ടുള്ള സംവിധാനത്തിന് അറസ്റ്റ് ചെയ്യാനുള്ള അധികാരങ്ങൾ പോലും ഉണ്ട്. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റും BJPയും പിണറായി വിജയനോട് പറഞ്ഞിരിക്കുന്നത്, പിണറായി വിജയ, നിങ്ങൾക്കെതിരെയും നിങ്ങളുടെ മകൾക്കെതിരെയും ഞങ്ങളുടെ കയ്യിലെല്ലാം ഉണ്ട്, ഞങ്ങൾ SFIOയ്ക്ക് ഇത് കൊടുത്തിരിക്കുകയാണ്. അവർക്ക് അറസ്റ്റ് ചെയ്യാനുള്ള 212 എന്ന് പറഞ്ഞിട്ടുള്ള വകുപ്പ് വളരെ തീക്ഷണമായിട്ടുള്ള വകുപ്പാണ് കമ്പനീസ് ആക്ടിലെ SFIO സംബന്ധിച്ച് പറയുന്നത്. അതുകൊണ്ട് അറസ്റ്റ് ചെയ്യാനുള്ള അവകാശാധികാരങ്ങൾ ഞങ്ങളുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ മകളെ പിടിച്ച് അറസ്റ്റ് ചെയ്യാം. അതുകൊണ്ട് അറസ്റ്റ് ചെയ്യാതിരിക്കണമെങ്കിൽ ആ തൃശ്ശൂർ ഞങ്ങൾക്ക് ഇനി തന്നേക്കണം. തന്നില്ലെങ്കിൽ മകൾ അഴിയെണ്ണും പിണറായി വിജയ എന്നാണ്. അല്ല, ഞാനിപ്പോൾ പറയുന്ന എല്ലാ കാര്യങ്ങളും വലിയ ബുദ്ധിപരമായിട്ടുള്ള കാര്യമാവണമെന്നൊന്നുമില്ലല്ലോ. ഇത് ബാലിശമാണെന്ന് പിന്നെ അനിൽ നമ്പ്യാർ വിലയിരുത്തിയാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. അതല്ലെങ്കിൽ പിന്നെ എന്തിനാണ് 7 മാസം കാത്തിരുന്നെന്ന് എൻ്റെ ചോദ്യം. നമുക്ക് ആ ചോദ്യം BJP പ്രതിനിധി, BJP വക്താവ് ഷാജി രാഘവനോട് ചോദിക്കാം. ഷാജി രാഘവൻ, ഈ അന്വേഷണം ഇത്ര താമസിപ്പിച്ചതിൽ ചില ദുരൂഹതകളുണ്ട്. അത് ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് വേണ്ടിയാണ് എന്ന വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഷാജഹാൻ ഉന്നയിച്ചിരിക്കുന്നത്. എങ്ങനെ കാണുന്നു താങ്കൾ അതിനെ? ശ്രീ ഷാജഹാൻ ആരോടോ അച്ചാരം വാങ്ങിയിട്ട് വന്ന് ചാനലിലിരുന്ന് അദ്ദേഹം പരിശ്രമിച്ചത് എന്തിനാ? അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ? ഈ രാജ്യത്ത് ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന നരേന്ദ്രമോദി നല്ലത്. ഇല്ല, ഒഴിവാക്കില്ല ഞാൻ. കാരണം താങ്കൾ കുറെ കാലമായി ചാനലിൽ വന്നിരുന്നു. നരേന്ദ്രമോദി ഞാൻ അന്തസ്സായിട്ട് എന്റെ വാദഗതി ഉന്നയിക്കുക ചെയ്തിരിക്കുന്നത്. എന്നോട് ഞാൻ അങ്ങനെ ഒരു ശീലമുള്ള ആളല്ല. അദ്ദേഹത്തോടുണ്ടായിരിക്കാൻ പറയൂ. നിങ്ങൾ അദ്ദേഹത്തോടുണ്ടായിരിക്കാൻ അച്ചാരം ഷാജഹാൻ മറുപടി കൊടുക്കാനല്ല. ഷാജഹാൻ നിങ്ങൾ എന്റെ അടുത്ത് പറയണ്ട, ഞാൻ ഭയപ്പെടുത്താനും പറയണ്ട. കാരണം രാജ്യത്ത് ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന നരേന്ദ്രമോദിയും ഈ രാജ്യത്തെ നിരവധി സംസ്ഥാനങ്ങളിൽ അധികാരത്തിന്റെ ഭാഗമായി ഇരുന്ന പല ഗവൺമെന്റുകളിലെയും നേതൃത്വം കൊടുത്ത മുഖ്യമന്ത്രിക്കെതിരെയൊക്കെ നടത്തിയ അന്വേഷണത്തെ പ്രഹസനമായിട്ട് ചിത്രീകരിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നത്. ഇത് എന്തുകൊണ്ട് ഈ വിഷയത്തിൽ തന്നെ, ഈ മാസപ്പടി വിഷയത്തിൽ കേരളത്തിലെ കുറെ വേറെ നേതാക്കന്മാരുടെ പേരുണ്ടല്ലോ. ഷാജഹാൻ അതിനെ പറ്റി ഇതുവരെ പറഞ്ഞില്ലല്ലോ. താങ്കൾ അനിൽ നമ്പ്യാർ, ഞാൻ ആഗ്രഹിക്കുന്നു പറയൂ. അദ്ദേഹം പറഞ്ഞ വിഡ്ഢിത്തരവും ഈ പാഴ്വാക്കുകളൊക്കെ കേട്ടോണ്ടല്ലേ ഞങ്ങൾ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾ വരുന്നേ. അദ്ദേഹത്തിന് എന്തോ പറയാല്ലേ? അദ്ദേഹം കുറെ കാലമായി ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് ഈ തരത്തിലുള്ള ഭാഷ അദ്ദേഹം പ്രയോഗിക്കാറുണ്ട്. അല്ല, എന്ത് ഭാഷ ഉപയോഗിച്ചത്? മാന്യമായിട്ടല്ലേ പറഞ്ഞത്? നിങ്ങൾ മാന്യമായിട്ട് ഷാജഹാൻ മാന്യമായിട്ട് പറയുക എന്ന് പറയുന്നത് വിഷയങ്ങളിൽ ഇടപെട്ട് പറയുന്നതിനൊരു മാന്യത വേണം. ഭാഷയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ഇപ്പോഴും ചോദിക്കുന്നു, നിങ്ങൾ പല സംസ്ഥാനങ്ങളിലെ ഗവൺമെന്റുകൾക്കെതിരെ, കേന്ദ്ര ഗവൺമെന്റ് പ്രത്യേകിച്ച് അതിന് നേതൃത്വം കൊടുക്കുന്ന നേതാക്കന്മാർക്കെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ താങ്കൾ പലരുടെയും പേര് പറഞ്ഞ് അതൊന്നും ആവർത്തിക്കുന്നില്ല. ഇതെല്ലാം പ്രഹസനമാണെന്നല്ലേ താങ്കൾ പറയാൻ ആഗ്രഹിക്കുന്നത്? ഇന്നിപ്പോ കേരളത്തിൽ താങ്കൾ പിണറായി വിജയനെ സംരക്ഷിക്കുന്നു എന്നുള്ളൊരു വാദമുഖം താങ്കൾ ഉന്നയിക്കുക. താങ്കൾ കുറെ കാലമായിട്ട് ഇത് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ശ്രീ ഷാജഹാൻ, കേരളത്തിൽ നിങ്ങളൊന്ന് ആലോചിക്കൂ. ഈ ഗവൺമെന്റ്, നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ്, ഈ പിണറായി വിജയൻ ഗവൺമെന്റിനെതിരെ എടുത്തിട്ടുള്ള നിലപാടുകൾ, അത് ഏത് കേസിലായാലും, ഇന്ന് അദ്ദേഹത്തിന്റെ ഓഫീസിനെയും അതേപോലെ തന്നെ ഓഫീസിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കർ ഉൾപ്പെടെയുള്ളവർ ജയിലിലെത്തിയിട്ടില്ലേ? താങ്കൾ പറയുന്നത് പോലെ ഈ തിങ്കളാഴ്ച ഒരാളെ അറസ്റ്റ് ചെയ്യണം, ബുധനാഴ്ച ഒരാളെ അറസ്റ്റ് ചെയ്യണം, വ്യാഴാഴ്ച വേറൊരാളെ അറസ്റ്റ് ചെയ്യണം. താങ്കൾ ആരും ഇതൊക്കെ പറയാൻ? ഇവിടെ അന്വേഷണ ഏജൻസിക്ക് അതിൻ്റെതായ ടൈം ലിമിറ്റ് ഉണ്ട്, അവരത് ചെയ്യും. താങ്കൾ ചോദിച്ചത് ഇപ്പൊ തന്നെ ഈ എന്താ പറയാ SFIO അവർ 8 മാസം കൊണ്ട് അന്വേഷിക്കാൻ പറഞ്ഞു. താങ്കൾക്ക് എന്താ 8 മാസത്തിനും 6 മാസത്തിനുള്ളിൽ അന്വേഷിച്ചു തീർക്കണം? താങ്കൾക്ക് എന്താ നിർബന്ധം? അങ്ങനെ നിർബന്ധം താങ്കൾക്ക് എന്തിനാ?
ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് ഈ രാജ്യത്തെ ജനങ്ങളോട് പറഞ്ഞത്, ഞങ്ങൾ കേന്ദ്ര ഏജൻസികളെ ഒരു കാരണവശാലും രാഷ്ട്രീയ വിരോധത്തിന് വേണ്ടി ഉപയോഗിക്കാറില്ല. ഇതാണ് BJPയുടെ സ്റ്റാൻഡ്, കേന്ദ്ര ഗവൺമെന്റിന്റെ സ്റ്റാൻഡ്. നിങ്ങൾ ഈ പറഞ്ഞ രീതിയിലാണെങ്കിൽ ഞങ്ങൾക്ക് ഇതൊക്കെ ആവാം. ഇതൊന്നും ചെയ്യുന്നില്ല, അത് ചെയ്യേണ്ട ആവശ്യമില്ല. കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ശ്രീ പിണറായി വിജയന്റെ കൃത്യമായ അഴിമതികൾ. ഇവിടെ എത്രയോ ഭരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. UPയുടെ ഗവൺമെന്റ് എത്രയോ കാലം കേന്ദ്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഏതെങ്കിലും സംസ്ഥാനത്ത് ഏതെങ്കിലും അഴിമതി ഈ തരത്തിൽ ഉയർത്തിക്കൊണ്ട് വന്നിട്ടുണ്ടോ? ഞാൻ ഈ വിഷയത്തിലേക്ക് വരാം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. സത്യത്തിൽ ഇന്ന് ശ്രീ പിണറായി വിജയന്റെ ശരീരഭാഷയും അദ്ദേഹത്തിന്റെ രീതിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹം വളരെ ഭയപ്പാടിലാണ്. അദ്ദേഹത്തിന് നല്ല ബോധ്യമുണ്ട്. കേരളത്തിലെ സാധാരണ ജനങ്ങൾക്കും ബോധ്യമുണ്ട്. ഷാജഹാനെയുള്ള ബോധ്യമില്ലാത്ത ഷാജഹാന് ബോധ്യം ഒരിക്കലും ഉണ്ടാവാൻ പോലില്ല. കാരണം അദ്ദേഹത്തിന് വേറെ അജണ്ടയുണ്ട്. അതുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ട്. ആ ബോധ്യം എന്ന് പറയുന്നത് ഈ അന്വേഷണം തീർച്ചയായിട്ടും ശ്രീ പിണറായി വിജയനിലെത്തും, ഒരു സംശയവും വേണ്ട. ഇന്നിപ്പോ നമ്മൾ ഈ കേസിന്റെ ശ്രീ ഷോൺ ജോർജ്, അഡ്വക്കേറ്റ് ഷോൺ ജോർജ് വളരെ കൃത്യമായിട്ട് ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് നറേഷൻ തന്നിട്ടാണ് ഈ ചർച്ചയിൽ നിന്നും പോയത്. വളരെ കൃത്യമാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ. അത് സാധാരണ മലയാളികൾക്ക് ബോധ്യപ്പെടുന്ന വളരെ വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ്. ഇന്നിപ്പോ ഈ കേസിൽ പിണറായി വിജയൻ ഭയപ്പെടുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് നമ്മളിപ്പോ ഒന്ന് ആലോചിച്ച് നോക്കും. ഇപ്പൊ ഈ KSIDC അവർ ഹൈക്കോടതിയിൽ ഇപ്പൊ ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. അവർ ഹൈക്കോടതി കേസ് കൊടുക്കുമ്പോൾ സാധാരണ നിലയിൽ അവർ എന്തിനാ കേസ് കൊടുക്കേണ്ടത്? മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ മാസപ്പടിയായി ഒരു ജോലിയും ചെയ്യാതെ ഏതാണ്ട് 1.25 കോടി രൂപയോളം ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ നിന്ന് തന്നെ മേടിച്ചിരിക്കുക. അപ്പൊ ആ പണം ഒരു പണിയും ചെയ്യാതാണ് കൊടുത്തത്. അത് അഴിമതിയാണ്, കോഴയാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ ആ പണം തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടല്ലേ സാമാന്യ നിലയ്ക്ക് KSIDC കേസുമായിട്ട് പോകേണ്ടത്. പക്ഷെ ഇപ്പൊ പോയിരിക്കുന്നത് ഈ പറയുന്ന CMRL-ഉം അതേപോലെ തന്നെ എസാലോജിക്കുമായിട്ടുള്ള കരാറിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയും അവരെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ്, മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഏതാണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഹൈക്കോടതിയിൽ സുപ്രീം കോടതിയുടെ വക്കീലാണ് വരുന്നത്. 25 ലക്ഷമാണ് അദ്ദേഹത്തിന്റെ ഒരു സിറ്റിംഗിന്റെ ഫീസ് എന്ന് പറയുന്നത്. ഇത് ഖജനാവിലെ പണമാണ്. നമ്മുടെ ഖജനാവിൽ നിന്ന് 1.25 ലക്ഷം കോടി രൂപ മുഖ്യമന്ത്രിയുടെ മകൾ യാതൊരു കാരണവുമില്ലാതെ ഒരു ജോലിയും ചെയ്യാതെ മാസപ്പടിയായി മേടിച്ചത് അത് തിരിച്ചു മേടിക്കാൻ ബാധ്യതയുള്ള കേരളത്തിലെ ഒരു പൊതുമേഖലാ സ്ഥാപനം ഈ മുഖ്യമന്ത്രിയെ ഈ അഴിമതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി സർക്കാർ ചെലവിൽ സുപ്രീം കോടതിയിൽ വക്കീൽ ലഭിച്ചിരിക്കുക. എന്തിനു വേണ്ടി ആ വക്കീൽ വെച്ച്? അതാണ് ഞാൻ പറഞ്ഞത്, കേരളത്തിലെ മുഖ്യമന്ത്രി ഭയപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. ഇവിടെ പാവപ്പെട്ട എന്താ പറയാ വികലാംഗരായിട്ടുള്ള അല്ലെങ്കിൽ ദിവ്യാംഗരായിട്ടുള്ള ആൾക്കാർക്ക് പോലും അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് ക്ഷേമ പെൻഷൻ പോലും കൊടുക്കാൻ പറ്റാത്ത ഗവൺമെന്റ് ആണ് ഇത്രയും വലിയൊരു ഒരു പണം മുടക്കിക്കൊണ്ട് ഈ തരത്തിലുള്ള കേസ് നടത്താൻ വേണ്ടിയിട്ട് ഇന്ന് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അപ്പൊ പിണറായി വിജയൻ ഭയപ്പെടുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഈ കേസും ഈ അന്വേഷണവും ഒരു സംശയവും വേണ്ട മുഖ്യമന്ത്രി തന്നെ എത്തും. ശ്രീ ഷാജഹാൻ പറയുന്നത് പോലെ ഓരോ ദിവസവും ആഴ്ചയിൽ ഇന്ന ദിവസം ഇന്നത് നടക്കണം എന്നൊക്കെ അദ്ദേഹത്തിന് ആവശ്യപ്പെടുന്നത് അദ്ദേഹം വേറെ അജണ്ട വെച്ചിട്ടാണ്. ഒരു സംശയത്തിനും ഇടയില്ലാത്തതുകൊണ്ട് കേരളത്തിലെ സാമാന്യ ബോധമുള്ള ജനങ്ങൾക്കൊക്കെ അറിയാം. ഇത് പാർട്ടിക്ക് പറയാം. നമുക്കറിയാം ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തന്നെ തിരുത്തൽ മെക്കാനിസം ഉണ്ടായിരുന്നു. ഇപ്പൊ അവരുടെ പാലക്കാട് സമ്മേളനത്തിലാണ് പാർട്ടി നേതാക്കന്മാരിൽ അവരുടെ കുടുംബം പോലും പൊതുമധ്യത്തിൽ അവരുടെ ക്രെഡിബിലിറ്റി കാത്തു സൂക്ഷിക്കണം എന്നുള്ള ഒരു ധാരണയിലെത്തിയത് പാലക്കാട് സമ്മേളനത്തിലാണ്. അതിനുശേഷം അതില്ലാത്ത പല കുടുംബങ്ങളും പല പാർട്ടിക്കാരും പാർട്ടി നടപടി നേരിട്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് പാർട്ടി സെക്രട്ടറി പോലും ഈ പറയുന്ന പിണറായി വിജയന്റെ മുമ്പിൽ വിനീതദാസനായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചില കുറച്ച് നേതാക്കന്മാർ മാത്രമാണ് ഇന്ന് അടക്കം പറയുന്ന ധാരാളം കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ കേരളത്തിലുണ്ട്. അവർക്ക് ഇത് ബോധ്യമുണ്ട്. ഈ വലിയ തോതിലുള്ള അഴിമതി ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഈ ഭരണത്തിന്റെ കീഴിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. അപ്പൊ ഈ അന്വേഷണം ഇപ്പം ശ്രീ ഷാജഹാൻ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും സാഹചര്യത്തില് ഇലക്ഷന് മുമ്പ് തന്നെ ഇത് അന്വേഷണം വേണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ രാജ്യത്ത് സംഭവിക്കാൻ പോകുന്നത്, എന്താ രാജ്യത്ത് പറയാൻ പോകുന്നത്. ഇപ്പൊ മിനിഞ്ഞാന്നൊരു കേസ് ഉണ്ടായില്ലേ? കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ തിരിച്ചറിയേണ്ടത് ഈ OC-യും RC-യും KC ഉൾപ്പെടെയുള്ളവര്, ഷാജഹാൻ മിണ്ടിയില്ല, ഇങ്ങനെയുള്ളവർ പോലും ഈ കേസിൽ പെട്ടിട്ട് അത് ചർച്ച ചെയ്യുന്നില്ല വലിയ തോതില്. ഇവിടെ ഒരു കോൺഗ്രസിന്റെ MLA ഈ കേസുമായിട്ട് ആദ്യം വരുമ്പോൾ അദ്ദേഹത്തെ നിരുത്സാഹപ്പെടുന്ന കോൺഗ്രസ് നേതൃത്വത്തെ UDF നേതൃത്വത്തെ കേരളം കണ്ടത്. അതേപോലെ തന്നെ ഈ വിഷയം ആദ്യം ഉന്നയിക്കുമ്പോൾ, ആദ്യം പുറത്തു വരുമ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾ ഈ തരത്തിലുള്ള മാസപ്പടി മേടിച്ചു എന്നുള്ള ഈ വിഷയം പുറത്തു വരുന്ന സമയത്ത് നിയമസഭ ഉണ്ടായിരുന്നു 3 ദിവസത്തെ. ആ നിയമസഭയിൽ പോലും ഈ വിഷയം ഉന്നയിക്കാതെ ഒളിച്ചോടിയ UDF-ന്റെ നിലപാടിനെ പറ്റിയിട്ട് ഈ പറയുന്ന ചാനൽ ചർച്ചയിൽ വന്നിരിക്കുന്നവർ പറയാൻ തയ്യാറില്ല. കാരണം ഇവർക്ക് വേറെ അജണ്ടയുണ്ട്. അതുകൊണ്ട് BJP ആവശ്യപ്പെടുന്നതും BJP പറയുന്നതും വളരെ കൃത്യമായി
ഇത് എല്ലാ അഴിമതിയിലും ഇവർ ഒരുപോലെ തന്നെയുണ്ട്. 2 ദിവസം മുമ്പ് നിയമസഭയിൽ വേറൊരു ആരോപണം വന്നില്ലേ, കേരളിന്റെ. നമ്മള് ഭരണപക്ഷത്തിനെതിരെ വലിയ ആരോപണം ഉന്നയിച്ചു. വളരെ കൃത്യമായിട്ട് UDF-നും അതിനകത്ത് ഭാഗമുണ്ട്. UDF-ന്റെ ഇന്നിപ്പോ ജോഡോ യാത്രയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന രാഹുൽ ഗാന്ധിയോട് കൂടി ചേർന്ന് നിൽക്കുന്ന KC വേണുഗോപാലാണ് അതിന്റെ ഗൂഢാലോചന നടത്തിയത് എന്ന് നിയമസഭയിലാ പറഞ്ഞത്. നമ്മൾ മനസ്സിലാക്കണം, നിയമസഭയിൽ ഒരു ആരോപണം വന്നാൽ കൃത്യമായിട്ടുള്ള അടിസ്ഥാനം ഉണ്ടാവണം. ചിരിക്കാൻ ഷാജഹാന് ചിരിക്കാം, നിങ്ങൾ ചിരിക്കുന്നതിന് ഞാൻ പറഞ്ഞുള്ളൂ, നിങ്ങളുടെ ലക്ഷ്യം വേറെ ലക്ഷ്യമാണ്. അത് നിങ്ങൾ കൈവച്ചാൽ മതി. കേരളത്തിൽ നിങ്ങളുടെ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. നിങ്ങൾ കൃത്യമായിട്ട് കേരളത്തിൽ BJP ഉണ്ടാക്കുന്ന മുന്നേറ്റത്തെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി മനഃപൂർവ്വമായി ചാനലിൽ വന്നിരുന്ന് ഈ തരത്തിലുള്ള ചർച്ചകൾ നിങ്ങൾ നടത്തുന്നുണ്ട്. നിങ്ങൾ അച്ചാരം വാങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്. അല്ലെങ്കിൽ താങ്കൾ മാന്യതയോടെ അന്തസ്സോടെ കേരളത്തിൽ 2 മുന്നണികളും നടത്തുന്ന ഈ അഴിമതിയെ പറ്റി ഉയർത്തിക്കാട്ടാതെ ഈ അഴിമതിക്കെതിരെ അന്വേഷണം തുടങ്ങിയ കേന്ദ്ര ഗവൺമെന്റിനെതിരെ താങ്കൾ നിലപാടെടുക്കുന്നത് ദുരൂഹമാണ്. അതുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, താങ്കൾ ആർക്കോ വേണ്ടിയാണ് സംസാരിക്കുന്നത്. ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല എന്ന് മാത്രം.